ഹായ് എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് ചില്ലിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറിയും കൂടെയാണ്. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ അതിനേക്കാൾ ഒരു പിടിയും കൂടി നന്നായിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് കോൺഫ്ലവർ, അതായത് 3 ടേബിൾ സ്പൂൺ നിറച്ച അളവിന് കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ വടിച്ച അളവിന് നമ്മൾ മൈദയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് അരിപ്പൊടിയും കൂടെയാണ് ചേർത്തത്. ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആ മുട്ടയുടെ മഞ്ഞക്കരുവും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഇത് നമ്മളിങ്ങനെ രണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേപോലെ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളയും മഞ്ഞയും കൂടെ ഒന്നിച്ചാകുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയായിട്ട് ഇരുന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അത് കാരണമാണ് ഇങ്ങനെ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിന് ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കുമ്പോൾ ഇതിലേക്ക് കട്ടയൊക്കെ നന്നായിട്ട് ഉടയണം. അതെല്ലാം അങ്ങനെ ഉടച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ കൂട്ടി ഒഴിച്ചിട്ട് ഇതിനെ നല്ലൊരു ബാറ്ററാക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്റർ വേണ്ട, എന്നാൽ ഒരുപാട് ലൂസായിട്ടുമല്ല. അങ്ങനെ ഒരു ബാറ്റർ നമ്മൾ ഇതേ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയിട്ട് അത് വയ്ക്കുക. ഇനി നമ്മൾ 4 മുട്ട പുഴുങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. അതിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഓരോ മുട്ടയും മുറിച്ചിട്ട് മൈദയ്ക്കകത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കി മാറ്റി വെക്കുക. എല്ലാ പീസസും ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഈ പീസ് മുക്കിയിട്ട് അത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ചെയ്യാനുള്ളത് ഒരു പാൻ എടുത്തിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ അളവിന് എണ്ണയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 100 ഗ്രാം സൈസിനുള്ള ഒരു സവോള ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുക. അതിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിന് വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ അളവിന് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒരു 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ സ്ക്വയറായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഇതേപോലെ സ്ക്വയർ വലിപ്പമുള്ള സ്ക്വയേഴ്സായിട്ട് എടുത്തിരിക്കുന്ന സവാള അതുകൂടെ ഇട്ട് കൊടുക്കുക. അത് 1 കപ്പ് അളവിന് വേണം. നമുക്ക് 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാണത്തില്ല. അത് 1 കപ്പ് അളവിന് അതുകൂടെ ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് അളവിനാണ് നമ്മൾ ക്യാപ്സിക്കം എടുത്തിരുന്നത്. അതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം സോസ്, ഷെസ്വാൻ സോസ് ഒരു അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം നമ്മളുടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് അജിനോമോട്ട ഇട്ട് കൊടുക്കുക. ചൈനീസിൻ്റെ പ്രധാന ഒരു സംഭവമായിട്ടുമാണ് അജിനോമോട്ട. അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ അത് ആ ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു 100 മില്ലി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അജിനോമോട്ട ഞാൻ ഓപ്ഷണലായിട്ട് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ അത് ചിലർക്ക് താല്പര്യമില്ലാത്ത സാധനമാണ്, അപ്പോൾ അത് ചേർക്കണമെന്നില്ല. അത് ചേർത്തെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് യഥാർത്ഥമായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിന് വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിന് ഉപ്പും 1/2 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഈ സമയം നമ്മുടെ തീ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. കുറച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിന് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതൊന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് സോയാ സോസ്, ഡാർക്ക് സോയാ സോസാണ് നന്നായിരിക്കും, അതും ചേർത്ത് അതിന് ശേഷം 1 ടീസ്പൂൺ അളവിന് കോൺഫ്ലവർ ഒരു 50 മില്ലി വെള്ളത്തിൽ നല്ലപോലെ കലക്കി അതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ സമയങ്ങളിൽ നമ്മുടെ തീ മീഡിയം ഫ്ലെയിമിൽ അല്പം താത്തു വെക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതുവരെയുള്ള ഇത്രയും സമയത്ത് നമുക്കൊരു 20-25 മിനിറ്റിൻ്റെ കുക്കിംഗ് ടൈമാണ് ഉണ്ടായിരുന്നത്. അത് അങ്ങനെ അങ്ങ് എടുത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇപ്പം നമ്മുടെ തീ വളരെ ലോ ഫ്ലെയിമിലേക്ക്, ഏറ്റവും താഴ്ന്ന ഫ്ലെയിമിലേക്ക് കൊണ്ടുവച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അത് ഒന്നുകൂടി ഒന്ന് വേകാൻ അനുവദിക്കുക. സമയം ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലും അതിൻ്റെ ഒരു ലുക്കുമൊക്കെ ഭയങ്കരമായിരിക്കും. ഇപ്പം നമ്മുടെ എഗ് ചില്ലി റെഡിയായി. ഇത് നമുക്കിനി സെർവ് ചെയ്യാനായിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്നൊരു കൂട്ടാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിനം കൂടി ആശംസിക്കുന്നു.